ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിലെ എത്ര ടഫായിട്ടുള്ള ടോപ്പിക്കും വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് ആയിട്ട് മാറും. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡിയർ ചിൽഡ്രൻ, 9th സ്റ്റാൻഡേർഡിലെ എക്സസൈസ് 1.3-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ ഫോളോയിങ് ഇൻ ഡെസിമൽ ഫോം. താഴത്ത് തന്നിരിക്കുന്ന എല്ലാം ഡെസിമൽ ഫോമിൽ എഴുതാനാണ് പറയുന്നത് അല്ലേ. പിന്നെ രണ്ടാമത് എന്താ പറയുന്നത്? പിന്നെ പറയണം വാട്ട് കൈൻഡ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ ഈച്ച് ഹാസ്. ഏത് തരത്തിലുള്ള ഡെസിമൽ എക്സ്പാൻഷനാണ് ഉള്ളത് എന്നും കൂടി പറയണം. ഫസ്റ്റ് നമ്മൾ എന്താണ് ഈ ഡെസിമൽ എക്സ്പാൻഷൻ? നമ്മൾ ഇത്തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് റേഷണൽ നമ്പേഴ്സ് അല്ലേ, റേഷ്യോ ഫോമിലുള്ള P/Q ഫോമിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻസറിൽ ഒന്നിക്കൽ ആൻസർ എവിടെയെങ്കിലും പോയി നിൽക്കും. ഉദാഹരണത്തിന് ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2.45 ആൻസർ അവിടെ പോയി നിൽക്കും. അങ്ങനെയുള്ള നമ്പേഴ്സിന് പറയുന്നതാണ് ഡെസിമൽ എക്സ്പാൻഷൻ പറയുന്നതാണ് ടെർമിനേറ്റിംഗ്. എന്താ പറയുക? ടെർമിനേറ്റിംഗ്. ഇനി രണ്ടാമത്തത്, ഇത് എവിടെയും പോയി നിൽക്കില്ല. ഡെസിമൽ എക്സ്പാൻഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, എവിടെയും പോയി നിൽക്കില്ല. അത് പക്ഷേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുള്ളൊരു എക്സാമ്പിളാണ്, എക്സാമ്പിൾ പറയാം 1.43 എക്സെട്ര. ഇങ്ങനെ 43 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും അവസാനിക്കില്ല. അങ്ങനെയുള്ളതിന് പറയുന്നതാണ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. അല്ല, റിപ്പീറ്റിങ്ങിൻ്റെ മറ്റൊരു വേർഡാണ് റിക്കറിങ്. നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ്. ഇത് രണ്ടും ആണ് റേഷണൽ നമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. റേഷണൽ നമ്പേഴ്സ് അതായത് ഇങ്ങനെ ഈ P/Q ഫോമിലുണ്ടല്ലോ, ഈ P/Q ഫോമിലുള്ള നമ്പറിനല്ലോ ഈ രണ്ട് തരത്തിലുള്ള ഡെസിമൽ എക്സ്പാൻഷനേ ഉണ്ടാവുള്ളൂ. ഒന്നിക്കിൽ അത് അവസാനിക്കും, ടെർമിനേറ്റ് ആവും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റ് ആണ്, പക്ഷേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി മൂന്നാമത്തത് ഇറേഷണൽ നമ്പറിന് സംഭവിക്കുന്ന കാര്യമാണിത്. ഉദാഹരണത്തിന് 3.14151794 അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് യാതൊരു ഡിസിപ്ലിനും ഇല്ല, അതുപോലെ തന്നെ എന്തില്ല, ഒരു മര്യാദയും അത് കാണിക്കില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടമാനം പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് എന്ത് പറയുന്നത്? നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിങ്. അത് എവിടെ അവസാനിക്കില്ല, അതിനാണെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു സ്വഭാവമില്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഡെസിമൽ എക്സ്പാൻഷൻ വരുന്ന ആർക്കാണെന്നറിയോ? ഇറേഷണൽ നമ്പേഴ്സിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിൽ നമുക്ക് ഇവിടെ ഈ രണ്ട് കണ്ടീഷനേ വരുള്ളൂ. ഒന്നുകിൽ ടെർമിനേറ്റ് ആവും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റ് റിപ്പീറ്റ് ആവും. ഇനി നമുക്ക് ഇതിലേക്ക് കടന്നുണ്ട് ക്വസ്റ്റ്യനിലേക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 36/100 അല്ലേ. 36/100 ഒന്നാമത്തത്. ഇത് വളരെ സിമ്പിളാണ്. 36/100 നമുക്കറിയാം. ഒരു നമ്പറിനെ 36/10 വിചാരിച്ചോ, ആൻസർ എത്ര വരും? 3.6 വരും. 36/100 ആൻസർ എത്ര വരും? 0.36. അതായത് ഈ നമ്പറിൽ നിന്ന് 2 പോയിൻ്റ് ഇങ്ങോട്ടേക്ക് കടക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 0.36. ഇത് നമ്മുടെ ഏത് ടൈപ്പിലാണ് വരുന്നത്? ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ? യെസ്, ദിസ് ഈസ് ടെർമിനേറ്റിംഗ്. ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കും മുന്നേ ഇതിനെ ഞാൻ അങ്ങ് മായ്ച്ച് കളിയാണ്, കാരണം അവിടെ ഒരു സ്പേസ് കിട്ടുമല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് 1/11. ഇതിനെ നമുക്കങ്ങനെ ഡയറക്റ്റ് 100 കൊണ്ട് ചെയ്തുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നോർമലി ഉള്ള ഡിവിഷൻ ചെയ്യാം. 1/11. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതാണ് ഉള്ളിൽ വരേണ്ടതെന്നുള്ളത്. വലിയ നമ്പറാണ് നമ്മൾ പെട്ടെന്ന് ഉള്ളിൽ എത്തിപ്പോവുക. എപ്പോഴും ശ്രദ്ധിക്കുക, 1/11 എന്നൊക്കെയുള്ള കേസിൽ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ മുകളിലുള്ള സംഗതിയായിരിക്കും. ഓക്കെ,
ഉള്ളിൽ വരുന്നത് മുകളിലുള്ള സംഗതി ആയിരിക്കും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഇങ്ങനെ മൈൻഡിൽ അവിടെ കുറിച്ച് വെക്കണം. ഓക്കെ, കുറിച്ച് വെച്ചോ? യെസ്. ഇത് നമുക്ക് 1/11 ചെയ്ത് നോക്കാം അല്ലേ. 1/11 എന്ന് പറയുമ്പോൾ 11 പോകില്ലല്ലോ. അപ്പോൾ നമുക്കിവിടെ ഒരു ഇത് കുറച്ച് വൃത്തിയില്ല, ഒന്ന് മാറ്റി ചെയ്തിട്ടെ, ഭംഗിയിൽ എഴുതാൻ പറ്റുമോ നോക്കട്ടെ. ഏതാ ഉള്ളിൽ വരിക? 1/11. ഇപ്പോൾ കുറച്ച് ഭംഗിയുണ്ട് അല്ലേ. യെസ്. 11 പോകില്ല, അപ്പോൾ നമ്മളൊരു പൂജ്യം. ഓക്കെ, ഒരു പോയിൻ്റ് ഇടും. എന്നിട്ട് എന്താണ്, പിന്നെ ഇവിടെ നമുക്കൊരു 0 ഇടാൻ പറ്റും. അയ്യോ, 10 പോകുന്നില്ല 11. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു 0 ഇടും. ഇനി നമുക്ക് ഇവിടെ ഒരു 0 കൊടുക്കാം. അപ്പോൾ 100ൽ എത്ര 11 പോകും? 100ൽ നമുക്ക് 8 × 11 88, 9 × 11 99, 9 പ്രാവശ്യം പോകും അല്ലേ. 9 × 11 99. 100 99 കുറച്ച് കഴിഞ്ഞാൽ 1. ഇവിടെ ഒരു 0 ഇട്ട് നോക്കി, അവിടെ ഒരു 0 ഇടൽ ഫ്രീ ആണ്. ഓക്കെ, ഇത് നമുക്ക് ഈ 10ൽ വീണ്ടും 11 പോകുന്നില്ല, 0 ഇട്ടിട്ടും പോകുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു 0 ഇടണം. ഓക്കെ, ഇനി ഇവിടെ 100 ആക്കും. 100 11 എത്ര പ്രാവശ്യം പോകും? നമ്മളിപ്പോൾ കണ്ടു, 9 പ്രാവശ്യം. 9 × 11 99. അപ്പോൾ ഇത് നമ്മൾ കണ്ടു, ഇവിടെ എന്താണ്, റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ്? 1/11 ഈസ് ഈക്വൽ ടു 0.090909. ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ടെർമിനേറ്റിംഗ് ആണോ? എവിടെയെങ്കിലും അവസാനിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ എന്താകുന്നുണ്ട്, 0.9 റിപ്പീറ്റ് ആവുന്നുണ്ട് അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 0.09 ബാർ 09 റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഓർ റിക്കറിങ്. ഓക്കെ, ഇത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പിലല്ലേ. ഒന്ന് നോക്കിയേ, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ഞാൻ പറഞ്ഞു രണ്ടിലൊരു ടൈപ്പ് വരും, ഒന്നുകിൽ ടെർമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റ് റിപ്പീറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തെ നോക്കാം. 4 1/8 അല്ലേ. മൂന്നാമത്താണ് 4 1/8. കുറച്ചുകൂടി ഇതിനങ്ങോട്ട് പൊക്കി വിടട്ടെ. മൂന്നാമത്തത് 4 1/8. ഇതെന്താണ് സാധനം? നോർമൽ ഫ്രാക്ഷൻ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ എന്താക്കി മാറ്റണം? ഒരു മിക്സഡ് ഫ്രാക്ഷൻ എന്നുള്ളത് മാറ്റിയിട്ട് നോർമൽ ഫ്രാക്ഷൻ ആക്കണം. ഇതെങ്ങനെയാണ് മാറ്റൽ? ഓർമ്മ ഉണ്ടോ? 4 1/8 ഇങ്ങനെ വരുമ്പോൾ ഇതിനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനോട് ആഡ് ചെയ്യുക അല്ലേ. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കെന്ത് കിട്ടും? 4 × 8 32 1 33 കിട്ടും അല്ലേ. 33/8. മനസ്സിലായില്ലേ? ഇത് വേണമെങ്കിൽ നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചോ അല്ലെങ്കിൽ മനസ്സിൽ എഴുതി വെച്ചോ. ഓക്കെ, 33/8 33/8. ഇനി നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് നമ്പറാണ് ഉള്ളിൽ വരിക? ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ, മുകളിലത്തെ നമ്പറാണ് ഉള്ളിൽ വരുന്നത്. കുറച്ച് മുകളിലോട്ട് 33/8. 33ൽ എത്ര 8 പോവും? 4 പ്രാവശ്യം അല്ലേ. 4 8 32. 33 - 32 1. 1ൽ പോലെ ഇവിടെ 0 ഇടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോയിൻ്റ് ഇടണം. ഇനി 10ൽ എത്ര പ്രാവശ്യം 8 പോവും? ഒരു പ്രാവശ്യം അല്ലേ. 1 × 8 8. 10 - 8 2. ഇവിടെ 0 ഇടാം. 20ൽ എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. 8 16. 4 ബാക്കി അല്ലേ. 0 ഇടാം. 40ൽ എത്ര 8 പോവും? 5 പ്രാവശ്യം പോവും അല്ലേ. 5 8 40. യെസ്, നമുക്കിവിടെ ആൻസർ കിട്ടി. നമ്മുടെ കളി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഏത് ടൈപ്പ് ആൻസറാണ് കിട്ടിയത്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ? അല്ല. ഇതെന്താണ്? ടെർമിനേറ്റിംഗ് അല്ലേ. ഇറ്റ് ഈസ് ടെർമിനേറ്റിംഗ്.
അപ്പോൾ മൂന്നാമത്തെ ആൻസറും കിട്ടി. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. എന്തായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ, ഓർമ്മ ഉണ്ടോ? നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് 3/13 അല്ലേ, 3/13. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ മറ്റുള്ളതിന് വ്യത്യസ്തമായിരിക്കും, കുറച്ചൊരല്പം ടഫ് കൂട്ടും. എന്തിനാണെന്നറിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഒന്ന് ചെയ്ത് അതിനേക്കാൾ ഈസി ആയിട്ടുള്ള അടുത്ത പരിപാടി ചെയ്യുമ്പോൾ നമുക്കൊരു ബോറുണ്ടാവും അല്ലേ. ഒരു ചാലഞ്ച് കിട്ടണമെങ്കിൽ എന്ത് വേണം, കുറച്ചൊരു ടഫെല്ലാം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടഫാക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് ഉള്ളിൽ വരുന്നത്, മുകളിലത്തെ നമ്പർ ഉള്ളിൽ വരും, 3/13. അപ്പോൾ 3ൽ 13 പോവില്ല. അപ്പോൾ നമുക്ക് എന്തിടാം, ഒരു 0 ഇടാം. 0 ഇടുമ്പോൾ ഇവിടെ നമ്മളൊരു പോയിൻ്റ് ഇടണം അല്ലേ, 0 പോയിൻ്റ് ഇടും. 30ൽ എത്ര 13 പോവും, 30ൽ 13 26, 2 പ്രാവശ്യം 26. 30 26 വെച്ചാൽ 4, 40. 40ൽ എത്ര 13 പോവും, 13 26 39, 3 പ്രാവശ്യം അല്ലേ, 39. ഒന്ന് ബാക്കി, 1ൽ 13 പോകില്ല. ഇവിടെ നമുക്കൊരു 0 ഫ്രീ ആയിട്ട് ഇടാം. പക്ഷേ ഈ ഫ്രീ 0യിലും ഇത് പോകുന്നില്ല അല്ലേ, 10ൽ 13 പോകില്ല. അപ്പോൾ ഒരു 0 കൂടി ഇടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. ഇനി 100ൽ എത്ര 13 പോവും, നമുക്കിവിടെ ഒരു ടേബിൾ അങ്ങ് എഴുതാം. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. 2 13 26, 3 13 39, 4 13 52, 5 13 65. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇത് മുന്നത്തെ നമ്പറിനോട് ഓരോ 13 കൂട്ടിയാൽ മതി, എന്നാൽ വേഗം കിട്ടും. 6 13 65 75 78, 7 13 78 9 അല്ല 78 13 91, 8 13 91 13 104, 9 13 117, 10 13 130. ഓക്കെ. അപ്പം നമുക്ക് എത്ര 100ലല്ലേ, 100 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിലല്ലേ വരിക, 7 13 പോലെ. 7 × 13 = 91. ഇപ്പം 9 എടുക്കട്ടെ. ഇനി നമുക്ക് അടുത്ത നമ്പർ വരുന്നത് 90 ആണ്. 90ൽ എത്ര പോവും, 91 അല്ലേ, 6 പ്രാവശ്യം പോകും അല്ലേ. 6 × 13 എത്ര വരുന്നത്, 6 13 78. ബാലൻസ് എത്രയാ, 12. ഒരു 0 ഇടാം. 120ൽ എത്ര 13 പോവും, ഇവിടെയല്ലേ വരുന്നത്. 120ൽ 9 പ്രാവശ്യം, 9 × 13 117. എഗെയിൻ നമുക്ക് 3 കിട്ടി. ഇതാ ഇവിടെ നമ്മൾ റിപ്പീറ്റ് ആവുകയാണ്, റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും, 30ൽ 2 പ്രാവശ്യം, 2 13 26, 4 40ൽ 3 പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ട് അല്ലേ, 39. അപ്പോൾ നമ്മുടെ ആൻസറിലെത്തി. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഏത് ടൈപ്പാണ്, 3/13 = 0.23069 ഇങ്ങനെ പോകുന്നു അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 0.23069 ബാർ. അപ്പോൾ ഇത് എവിടെ അവസാനിക്കുന്നില്ല, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഡെസിമൽ എക്സ്പാൻഷനാണ്, നോൺ ടെർമിനേറ്റിംഗ്. പറഞ്ഞിട്ടെ, നോൺ ടെർമിനേറ്റിംഗ്, റിക്കറിങ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗ് രണ്ടും കേട്ടോ, റിക്കറിങ്. ഓക്കെ. അപ്പോൾ നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടു. ഇത് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തൂടെ, എളുപ്പമല്ലേ. ഇതൊന്നുമില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. എന്തായിരുന്നല്ലോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2/11 അല്ലേ. 2/11 നോർമലി ചെയ്യുന്ന പോലെ 2ന് ഉള്ളിൽ അങ്ങ് എടുത്തിട്ടു, 11 പുറത്തിട്ടു. 11 2ൽ പോകില്ല, അപ്പോൾ നമുക്കൊരു 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൂടി ഒരു 0 ഇടണം. 20ൽ എത്ര 11 പോവും, ഒരു പ്രാവശ്യം അല്ലേ, ഒരു 11 9. ഇനി 9ൽ പോകില്ല, നമുക്കൊരു 0 ഫ്രീ ആയിട്ട് ഇടാം. 90ൽ എത്ര 11 പോവും, 11ൻ്റെ ടേബിൾ എഴുതിയേ, വളരെ സിമ്പിളാവും. 11 × 1
equal to 11, 2 equal to 22, 11 into 3 33, 11 into 4 44, 11 into 5 55, 11 into 6 66, 11 into 7 77, 11 into 8 88, 11 into 9 99, 11 into 10 110. അപ്പോൾ 90 എത്ര പ്രാവശ്യം പോവും? 8 പ്രാവശ്യം അല്ലേ? 8 പ്രാവശ്യം പോവും. 8 ഇൻറ്റു 11 88, 2 ബാക്കി. ആഹാ, ഇത് റിപ്പീറ്റ് ആകുന്നുണ്ടല്ലോ. അപ്പോൾ 90 88 20 വരും. 20 എത്ര പ്രാവശ്യം പോവും? 1 പ്രാവശ്യം പോവും. 1 ഇൻറ്റു 11 11, ഏകദേശം 9 വരും. 90 എത്ര പ്രാവശ്യം പോവും? 8 പ്രാവശ്യം പോവും. 8 ഇൻറ്റു 11 88. ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2/11 ഈസ് ഈക്വൽ ടു 0.1818 എക്സെട്രാ ഈസ് ഈക്വൽ ടു 0.18 ബാർ. അതിനൊരു ബാർ ഇട്ട് കൊടുത്തു അല്ലേ? ഒരു തൊപ്പി ഇട്ട് കൊടുത്തു. രാജാവാണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് എക്സ്പാൻഷനാണ്? ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും അവസാനിക്കുന്നുണ്ടോ? ഇല്ല. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. എന്താണിത്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നൂടെ? സിമ്പിൾ അല്ലേ? ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇത് മുകളിലേക്ക് സ്ക്രോൾ ആവുന്നില്ല, ഞാൻ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യാണ്. ഇതിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ സ്ക്രോൾ ആവില്ല. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആറാമത്തെ ക്വസ്റ്റ്യൻ 329 329/100. അയ്യോ സാറേ, ഞാൻ ചായ കുടിച്ചിട്ട് വരട്ടെ, വലിയ നമ്പറാണല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, വളരെ സിമ്പിളാണ്. ഓക്കെ, 329/400 ചെയ്തൂടെ? ഏതാ മുകളിൽ വരിക, ഉള്ളിൽ വരിക? 329 ഉള്ളിൽ വരും, 400 പുറത്ത് വരും. 329 എത്ര 400 പോവും? അയ്യോ, വലിയ സങ്കടമായല്ലോ. പോവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 0 ഇടണം. 0 ഇടുമ്പോൾ നമ്മളൊരു 0 പോയിൻ്റ് ഇടും. 3290 എത്ര 400 പോവും? വലിയ കഷ്ടം തന്നെ അല്ലേ? ഒരു കഷ്ടമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. 400 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 400. 400 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 800. 400 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു, ആദ്യം 4 ഇൻറ്റു ചെയ്താൽ മതി. 4 ഇൻറ്റു 3 12, 4 ഇൻറ്റു 4 16, 4 ഇൻറ്റു 5 20, 4 ഇൻറ്റു 6 24, 4 ഇൻറ്റു 7 28, 4 into 8 32, 4 into 9 36, 4 into 10 is equal to 400. Sorry, yes 400. ഇനി എല്ലാം 0 ഇട്ട് കൊടുത്താൽ 0 2 0 4 400 അല്ലേ? അപ്പോൾ നമ്മൾ 2 0 അങ്ങോട്ട് കൊടുത്താൽ നമ്മുടെ പ്രശ്നം സോൾവ്. നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, അങ്ങനെ മനസ്സിൽ കരുതിക്കോ. അപ്പോൾ 3600 4000 ഹൈ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 3290 എത്ര 400 പോകും? ഇതാ ഇവിടെയല്ലേ വരുന്നത് 3290, 8 പ്രാവശ്യം പോകും അല്ലേ? 8 ഇൻറ്റു 400 ആണ്. 8 4 32. അപ്പോൾ 8 ഇൻറ്റു 400 3200. ഓക്കെ, 3290 ആണ്. ഒരു 0 നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാം. 900-ൽ 900-ൽ എത്ര 400 പോകും? 2 ടൈംസ് അല്ലേ? 2 400 800. ഇനി ഇവിടെ 100 ബാക്കിയാണ്. 100-ൽ പോകില്ല, അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കാം. 1000-ൽ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. 2 400 800. ഇനി ഇവിടെ 200 ബാക്കി വരും, ഒരു 0 ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാം. 2000-ൽ എത്ര 400 ഉണ്ട്? 2000-ൽ ഇവിടെ ഉണ്ടല്ലോ 5 ടൈംസ്. 5 ഇൻറ്റു 400 2000. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട 0 കിട്ടിയല്ലേ? അപ്പോൾ ഇത് അവസാനിച്ചു എന്നുള്ളത് എന്താ പറയുക മാത്സിൽ? ടെർമിനേറ്റിംഗ്. മാത്സിൽ മാത്രമല്ല, സിനിമയിലും അങ്ങനെ തന്നെ പറയുന്നത് അല്ലേ? ടെർമിനേറ്റിംഗ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 329. ഈ കണ്ട പേടിയുണ്ടോ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ? ഇല്ല. ഈ വലിയ നമ്പർ കണ്ടിട്ട് നമ്മൾ പേടിച്ചു പോകും. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടിയല്ലേ? 0.8225. ഇറ്റ് ഈസ് ടെർമിനേറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനുമായി കാണാം.
എക്സസൈസ് 1.3-ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. യു നോ ദാറ്റ് 1/7 ഈക്വൽ ടു 0.142857. 1/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ വന്നിട്ടുണ്ട് ഡെസിമൽ ഫോമിൽ 0.142857 ഹോൾ ബാർ. ബാർ ഇട്ട് കഴിഞ്ഞാൽ എന്താ അർത്ഥം? റിപ്പീറ്റിംഗ് ആണ് അല്ലേ? റിപ്പീറ്റിംഗ് ആണ്, നോൺ ടെർമിനേറ്റിംഗ് ആണ്. Can you predict the what decimal expansion of 2/7, 3/7, 4/7, 5/6/7 without actually doing long division method? ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യാതെ, അതായത് ലോങ് ഡിവിഷൻ മെത്തേഡും ചെയ്യാതെ, നമ്മൾ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാതെ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക. നമുക്കിവിടെ 1/7 തന്നിട്ടുണ്ട് അല്ലേ? 1/7 ആൻസറിലേക്ക് പോകണേ. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. 1/7 തന്നിട്ടുണ്ട്. എന്താണ് 1/7 തന്നത്? 1/7 തന്നത് 1/7 ഈക്വൽ ടു 0.142857 ബാർ. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്? 2/7 ആണല്ലേ? 2/7 നമുക്ക് എന്താ 2/7 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 2 × 1/7 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂ ഉണ്ടല്ലോ, 2 × 1/7 നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.142857 ബാർ. 2 × വാല്യൂ ചെയ്താൽ മതി, അല്ലാതെ നമ്മൾ 2നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടുത്തെ പോയിന്റ്. ഓക്കെ, 2/7 എന്ന് പറഞ്ഞാൽ 2 × 1/7 ആണ്. അപ്പോൾ നമുക്കിത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 0.142857 × 2. എന്താ ആൻസർ കിട്ടുക? 2 7 14, 1 carry, 2 5 10 plus 1 11, 1 again, 2 8 16 plus 1 17, 1 again, 2 2 4 plus 1 5, 2 4 8, 2 1 2. അപ്പോൾ ആൻസർ കിട്ടി ഈക്വൽ ടു 0.285714. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 3/7 കാണാം. 3/7 ഈക്വൽ ടു 3 × 1/7 is equal to 3 × 0.142857 is equal to, ഇനി നമുക്കിതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 0.142857 into 3. 3 7 21, 2 carry, 3 5 15 plus 2 17, 1 balance, 3 8 24 plus 1 25, 2 balance, 3 2 6 plus 2 8, 3 4 12, 1 balance, 3 1 3 plus 1 4. ആൻസർ കിട്ടി 0.428571. അതുപോലെ നമുക്ക് അടുത്തതും വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അടുത്തെന്താണ്? 4/7 is equal to 4 × 1/7 is equal to 4 × 0.142857 is equal to എത്രയാണ് കിട്ടുന്നത്? നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് കേട്ടോ. 0.571428. ബാറിടണേ, ബാറിടാൻ മറന്നുപോയാൽ കംപ്ലീറ്റ് ആൻസർ തെറ്റും. ബാറിടണം കേട്ടോ. ഓക്കെ, 4/7. ഇനി അടുത്തത് എന്താണ്? 5/7 ഈക്വൽ ടു 5 × 1/7 is equal to 5 × 0.142857 is equal to എത്രയാണ് കിട്ടുന്നത്? 0.71. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും കേട്ടോ. 4285. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? 6/7 is equal to 6 × 1/7 is equal to 6 × 0.142857 is equal to എത്ര കിട്ടുക? 0.857142.
7142. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മൾ ഓർമ്മിക്കേണ്ടതെന്ന് അറിയോ? ഒറ്റ കാര്യം ഓർമ്മിക്കേണ്ടതുള്ളൂ. ഈ 1/7 തന്നിട്ടുണ്ട്. 2/7 എന്ന് പറയുമ്പോൾ 2 × 1/7 ആണെന്നുള്ളത് മാത്രം നിങ്ങൾ ആ പോയിന്റ് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എക്സസൈസ് 1.3 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടഫ് പോലെയൊക്കെ ഉണ്ടാവും, പക്ഷേങ്കിൽ ചെറിയ ട്രിക്കിലൂടെ നിങ്ങൾക്ക് എളുപ്പം ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഈ താഴെ തന്നിരിക്കുന്ന നമ്പർ, ഈ നമ്പറിനെ P/Q ഫോമിലാക്കാനാണ് പറയുന്നത്. അതായത് ഒരു നമ്പർ ഡിവൈഡ് ബൈ വേറെ നമ്പർ എന്നുള്ള ഫോമിലാക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ 0.6 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 0.666 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് സോൾവ് ചെയ്യുന്നത്. 0.6 ബാർ. ലെറ്റ് എക്സ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് എക്സ് ഈക്വൽ ടു 0.6666. ഓക്കെ, അതായത് 6 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.666 ആണ്. ഓക്കെ, ഇത് നമുക്ക് അടുത്തെന്താ അറിയാം? അടുത്ത നമ്മൾ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതെന്തിനാണ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ? പറഞ്ഞുതരാം. മൾട്ടിപ്ലൈ both side by 10. അതെന്തേ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാത്തേ? അത് ഒരു ട്രിക്കാണ്. ഇപ്പോൾ ഒരു നമ്പറിൻ്റെ മുകളിലല്ലേ ബാറുള്ളത്? ഒരു നമ്പറിൻ്റെ മുകളിൽ ബാർ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി രണ്ട് നമ്പറിൻ്റെ മുകളിൽ ബാർ ഉണ്ടെങ്കിൽ, ഇവിടെ രണ്ട് നമ്പറിൻ്റെ മുകളിൽ ബാർ ഉണ്ടോ? ശ്രദ്ധിക്കണേ, ഇവിടെയും ഒരു നമ്പറിൻ്റെ മുകളിലേ ബാറുള്ളൂ. അപ്പോൾ ഇതും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 3 നമ്പറിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, രണ്ട് നമ്പറിൻ്റെ മുകളിലാണ് ബാർ വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ 2.78 ഇങ്ങനെ രണ്ട് നമ്പറിന് മുകളിൽ ബാറുണ്ട്, നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ട്രിക്ക്. ആ ട്രിക്ക് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ കേട്ടോ. ഇതൊരു സൈഡിൽ നിങ്ങൾ ഈ ഒരു ബോക്സിലുള്ളത് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരും. അപ്പോൾ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10x ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 10 × x, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാണ്. x ഈക്വൽ ടു 10 × 0.6666 എക്സെട്ര. അപ്പോൾ 10 × x എന്താണ്? 10x ആണ്. 10 × 0.66 എന്ന് പറഞ്ഞാൽ 6.666 എക്സെട്ര ആവും അല്ലേ? അതായത് 10 കൊണ്ട് ഒരു മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം ഈ പോയിന്റ് ഒരു ഡിജിറ്റ് വലത്തോട്ടേക്ക് നീങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ആദ്യത്തേതിന് സ്വാഭാവികമായിട്ടും ഇതിനെന്താണ് ഇക്വേഷൻ? യെസ്, 2 എന്ന് കൊടുക്കും. ഇനി സബ്ട്രാക്ട്, രണ്ടും സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ഇക്വേഷൻ 1 ഫ്രം ഇക്വേഷൻ 2. ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1ന് സബ്ട്രാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ഒന്ന് എടുത്തേതാണോ? നല്ല മനസ്സിലാവും നിങ്ങൾക്ക്. ഒന്ന് എടുത്ത് തരാം. ഇക്വേഷൻ 2 അല്ല വേണ്ട, ഇങ്ങനെ തന്നെ മനസ്സിലാവും അല്ലേ? നമ്മൾ 10x നിന്ന് ഇക്വേഷൻ 1ൽ ഒരു എക്സ് അല്ലേ ഉള്ളത്? 10x നിന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ 9x. ഓക്കെ, 6.666 നിന്ന് 0.666 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബാലൻസ് വരിക? ഈക്വൽ ടു 6 വരും അല്ലേ? ഒരു സ്റ്റെപ്പ് ഇവിടെ മിസ്സിങ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി എടുത്ത് തരാം, കാരണം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഒന്നും കൂടി എടുത്ത് തരാം കേട്ടോ. ഒന്നും കൂടി എടുത്ത് തരാം. അപ്പോൾ ഇത് എടുത്തതും എങ്ങനെ വരിക? എന്താണ് പോയി കിട്ടാത്തേ? യെസ്, പോയി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10x മൈനസ് എക്സ് ഈക്വൽ ടു 6.666 എക്സെട്ര മൈനസ് 0.6666 എക്സെട്ര വരും അല്ലേ? അപ്പോൾ 10x നിന്ന് ഒരു എക്സ് പോയാൽ എത്രയാണ്? 9x. 10x നിന്ന് ഒരു എക്സ് പോയാൽ 10 നിന്ന് എഴുതിയേക്കല്ലേ? 9x ഈക്വൽ ടു
6.666 ഈ 0.66 ഇത് രണ്ട് കട്ടാവും അല്ലേ, ബാക്കി എന്തുണ്ടാവുക 6 ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം, എക്സ് ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ 9, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 6ലും 9ലും കോമൺ ആയിട്ട് ആരുണ്ട്, 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 6ൽ എത്ര 3 ഉണ്ട്, 2 ഉണ്ട്. 9ൽ എത്ര 3 ഉണ്ട്, 3 പ്രാവശ്യം അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആൻസർ കൂളായിട്ട് കിട്ടിയില്ലേ. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ, ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ആ തന്ന നമ്പറിന് നമ്മൾ ആദ്യം ഡെസിമലായിട്ട് എഴുതി. അതായത് എങ്ങനെ എഴുതി, 0.6നെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി, എന്നിട്ട് അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒരു നമ്പറിൻ്റെ മുകളിൽ ആണ് ബാർ വരുന്നത് കൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അത് ഇക്വേഷൻ 1ഉം 2 ആയിട്ട് എടുത്തു, അതിനെ സബ്ട്രാക്റ്റ്, അത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 0.47 ബാർ. 0.47 ബാർ, ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ചിലപ്പോൾ, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ. രണ്ടാമത്തത് 0.47 ബാർ. 0.47 ബാർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ലെറ്റ് എക്സ് ഈക്വൽ ടു 0.4777, എത്ര 7 വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിത് 4 എടുത്തുകൊണ്ട് നിങ്ങൾ 4 എടുക്കണമെന്നില്ല, എത്ര വേണമെങ്കിൽ എടുക്കാം. ഇത് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് ബൈ 10 അല്ലേ. ഞാൻ പറഞ്ഞു ഒരു നമ്പറിൻ്റെ മേലെ ബാർ ഉണ്ടെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 10x ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 0.477 എക്സെട്ര അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, 10x ഈക്വൽ ടു 10 ഇൻറ്റു 0.47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് വലത്തോട്ടേക്ക് നീങ്ങും അല്ലേ. അപ്പോൾ 4.77 വരും, 4.777 എക്സെട്ര എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം, ഇതിനെ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക അല്ലേ, നേരത്തെ ചെയ്ത പോലെ. സബ്ട്രാക്ട് ഇക്വേഷൻ 1 ഫ്രം ഇക്വേഷൻ 2. അപ്പോൾ എന്ത് കിട്ടും, 10x മൈനസ് മുകളിലുള്ളത് 1x അല്ലേ, ഈസ് ഈക്വൽ ടു, അതായത് 10x മൈനസ് 1x ഓക്കെ ഈസ് ഈക്വൽ ടു 4.77 മൈനസ് 0.777, 4.777 എക്സെട്ര മൈനസ് ചെരിഞ്ഞു പോന്ന് 0.777 സോറി 0.477 എക്സെട്ര കേട്ടോ അല്ലേ. ഇനി എന്താ വേണ്ടേ, ഇനി നമ്മൾ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 10x നിന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ 9x ഇസ് ഈക്വൽ ടു 4.777 0.477 പോയാൽ എത്ര വരിക നോക്കിക്കേ. ഇവിടെ ഒരു 7 കൂടി ഇട്ടെന്ന് കൺഫ്യൂഷൻ വരുമോ. ഈ 3 7 കട്ടായി അല്ലേ. പിന്നെ ഈ 7 4 പോയി കഴിഞ്ഞാൽ എത്രയാ, 3 വരും അല്ലേ. അപ്പോൾ 4.3 എന്ന് വരും, മനസ്സിലായില്ലേ. ഈ 3 7 കട്ടായി. ഈ 0.7 0.4 പോയി കഴിഞ്ഞാൽ 0.3. യെസ്, അപ്പോൾ നമുക്കെന്ത് കിട്ടി, എക്സ് ഈക്വൽ ടു 4.3/9. ഒന്നുകൂടി മാറ്റി എഴുതി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 43/90. അതെങ്ങനെ കിട്ടിയേ, 4.3 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 43/90 കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. എന്താണ് ആൻസർ, 43/90. ഇത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. സിമ്പിൾ അല്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസ് എന്തായിരുന്നു,
0.001 ബാർ. 0.001 ബാർ. നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ? ഇതിനെ P/Q ഫോമിൽ എഴുതുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തെടുക്കാം? ലെറ്റ് x ഈസ് ഈക്വൽ ടു 0.001 എക്സെട്ര. ഇതിനെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? പറഞ്ഞത് ഓർമ്മയുണ്ടോ? മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് ബൈ, പറയൂ 10 ആണോ 100 ആണോ 1000 ആണോ? യെസ് 1000, ബിക്കോസ് 3 നമ്പറിൻ്റെ മേലെയാണ് ബാറുള്ളത്, ബൈ 1000. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 1000 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 0.001 എക്സെട്ര. 1000 ഇൻറ്റു എക്സ് ഈക്വൽ ടു 1000x ഈക്വൽ ടു 1000 ഇൻറ്റു 0.001 അങ്ങനെ പറഞ്ഞാൽ എന്താ വരിക? 3 പോയിൻ്റ് റൈറ്റിലോട്ട് പോകും ഈ പോയിൻ്റ് അല്ലേ? 3 ഡിജിറ്റ് റൈറ്റിലോട്ട് പോകും. അപ്പോൾ എത്ര ആൻസർ വരിക? 1.001 എക്സെട്ര വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇപ്പം അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ഇക്വേഷൻ നമ്പർ 1 ഫ്രം ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എന്ത് കിട്ടും? 1000x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ഈ നമ്പർ മൈനസ് ഈ നമ്പർ അല്ലേ? അപ്പോൾ 1.001 എക്സെട്ര മൈനസ് 0.001 എക്സെട്ര. അപ്പോൾ 1000 മൈനസ് എക്സ് എത്രയാണ്? 999x ഈക്വൽ ടു ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? ഈ പോയിൻ്റ് മുതലല്ലേ ഇവിടെ തുടങ്ങുന്നത്, അതങ്ങോട്ട് പോകും അല്ലേ? ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു 1/999. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഫസ്റ്റ് ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര ഡിജിറ്റിന് മേലെയാണ് നമ്പർ ഉള്ളത്, ബാറുള്ളത്, അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടും. പിന്നെ ഇക്വേഷൻ 1 2 ആക്കുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ. എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 3 ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ എന്താണ് ചോദിക്കുന്നത്? ഈ 0.9999 എന്നുള്ളതിന് P/Q ഫോമിൽ എഴുതാനാണ് പറയുന്നത്. അതായത് ഒരു നമ്പർ ഡിവൈഡ് ബൈ മറ്റൊരു നമ്പർ എന്നുള്ള ഫോമിൽ. ഓക്കെ. എന്നിട്ട് ചോദിക്കുന്നത് ആർ യു സർപ്രൈസ്ഡ് ബൈ ദ ആൻസർ? നിങ്ങൾ ഈ ആൻസർ കണ്ടിട്ട് ഞെട്ടിപ്പോയോ എന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഞെട്ടി എന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. നമുക്ക് ഞെട്ടോ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ആ ഷോർട്ട് കട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിൽ ഓർമ്മിപ്പിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമുക്ക് എടുക്കാം. ഫസ്റ്റ് എന്തെടുക്കുക? ലെറ്റ് ink is changed. Let x is equal to 0.999 etc. അപ്പോൾ ഇവിടെ എത്ര ഡിജിറ്റാണ് റിപ്പീറ്റ് ആകുന്നത്? ഒരൊറ്റ ഡിജിറ്റ് അല്ലേ? ഒരു ഡിജിറ്റ് മാത്രമേ 9 റിപ്പീറ്റ് ആകുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 ആണോ 100 ആണോ 1000 ആണോ? 10 കൊണ്ട്. ഓക്കെ. multiply both side by 10. അപ്പോൾ എന്ത് കിട്ടും? 10 into x equal to 10 into x is equal to 10 into 0.9 10 into what happened to me, I don't know. 10 into 0.999 etc. ഓക്കെ. അപ്പോൾ 10 into x എത്രയാണ്? 10x is equal to 10 into 0.99 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ഇപ്പുറം വരും അല്ലേ? അപ്പോൾ എത്ര കിട്ടും?
9 9 9 9. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആരാണ്? ഇതാ ഇവിടെ കിടക്കുന്നത് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? സബ്ട്രാക്ട് equation number 1 from equation number 2. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നമുക്ക്? 10x മൈനസ് എക്സ്, ഇതാ 10x മൈനസ് എക്സ്, ഇതാ ആരും കാണാണ്ടായി പോണ്ട് കേട്ടോ, ഈക്വൽ ടു 9.999 മൈനസ് 0.999 എക്സെട്ര. ഇവിടെ ഇത് കണ്ടിന്യൂ ആകുന്നുണ്ടേ. അപ്പോൾ 10x എന്നൊരു എക്സ് കുറച്ച് എത്രയാണ്? 9x ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ റൈറ്റ് സൈഡിൽ എത്ര കേട്ടോ, 999 എക്സെട്ര മൈനസ് 0.999 എക്സെട്ര. ഓക്കെ, ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് ഇത് മൊത്തത്തിൽ അങ്ങ് അടിച്ചു പോയി, 0 ആയി അല്ലേ? 9 0 വെച്ചാൽ 9. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 9 കിട്ടി. അപ്പോൾ 9x ഈക്വൽ ടു 9 കിട്ടി. എക്സ് ഈക്വൽ ടു 9/9 ഈസ് ഈക്വൽ ടു 9/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2ൽ 9 ഇല്ലേ? 1/1 അല്ലെങ്കിൽ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചേ? 0.9999 എന്ന് പറയുന്ന ഈ സംഗതി ആർക്ക് തുല്യമായി? 1 തുല്യമായി അല്ലേ? റിയലി സർപ്രൈസിങ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, 0.999 എന്ന് പറയുന്നത് എങ്ങനെ 1ന് തുല്യമാവാനാണ്? അതൊരിക്കലും തുല്യമല്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചറിയോ? 0.999 എന്ന് പറഞ്ഞാൽ അങ്ങനെ നീണ്ടു പോകുമല്ലോ, നീണ്ടു പോയി എവിടെയും എൻഡ് ചെയ്യില്ല. അത് ഏകദേശം വളരെ 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 ക്ലോസ്ഡ് ആയിട്ട് 1നോട് അടുത്താണ്. ഓക്കെ, വെരി 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 ക്ലോസ് ടു 1. ദാറ്റ് ഇസ് വൈ വി ഗെറ്റ് ദ ആൻസർ 1. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? 1 ആൻസർ കിട്ടിയത്. ഓക്കെ, അത് തമ്മിൽ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. അപ്പോഴാണ് നമുക്ക് എന്തായിട്ട് മാറുന്നത്? അത് 1 ആയിട്ട് മാറുന്നത്. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നില്ല, അതിനെല്ലാം ഒരു ഇതുപോലുള്ള ഒരു സംഗതി കൊണ്ടാണ് റൗണ്ട് ഓഫ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർപ്രൈസ്ഡ് ആയിട്ടില്ലേ? അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഒരു നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത് വിചാരിച്ചോ. ഇവിടെ ഇപ്പോൾ ഏത് നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നത്? 0.9 ബാർ. ഇത് വേറെ തന്നെ സംഗതിയാണ്, ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇതിനെ ഞാൻ ഒരു കോളത്തിലാക്കുന്നുണ്ട്. 0.9 അല്ലേ? അപ്പോൾ ബാർ. ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്താൽ മതി അറിയോ? ആ നമ്പർ മുകളിൽ എഴുതുക, അടിയിൽ ഒരു 9 കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1 കിട്ടിയില്ലേ? ഡയറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാവേ. ഇനി നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് നോക്കാം. അതിലും ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കാം. ഓക്കെ, എന്തായിരുന്നു നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് 0.6 ബാർ അല്ലേ? 0.6 ബാർ. ഞാൻ പറഞ്ഞു അടിയിലൊരു 9 കൊടുത്താൽ മതി. ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ അടിയിലൊരു 9 കൊടുക്കുക. 6/9 ഈക്വൽ ടു 2/3 അല്ലേ? 6ലും 3 ഉണ്ട്, 9ലും 3 ഉണ്ട്. രണ്ടും 6/3 2 ആണ്, 9/3 3 ആണ്. ഡയറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. 0.001 ബാർ. അപ്പോൾ ഇവിടെ എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 നമ്പർ അല്ലേ? 3 നമ്പറിൻ്റെ മേലെ ബാറിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? 1 മുകളിൽ എഴുതുക, എന്നിട്ട് ഇതിൽ 1 ആ 1 മുകളിൽ എഴുതുക, എന്നിട്ട് അടിയിൽ എത്ര 9 വരിക? 3 9 വരും. 3 നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ സാർ ഇനി വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ, അതെന്താ ചെയ്യുക നമുക്കിപ്പോൾ നോക്കട്ടോ. ഇപ്പോൾ പ്രശ്നം സോൾവ് ചെയ്യാം. വേറൊരു ടൈപ്പ് ഉണ്ട്, ആ ടൈപ്പിന് എന്ത് ചെയ്യുന്നുള്ളതാണ്. അതായത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, 0.47 ബാർ. യെസ്, ഇതൊരു പ്രശ്നമാണല്ലോ. ഇതിപ്പോൾ ഒരു നമ്പറിന് മേലേ ബാറുള്ളൂ, പക്ഷേ 2 നമ്പർ ഉണ്ട് താനും. എങ്ങനെ സോൾവ് ചെയ്യും? പറഞ്ഞുതരാം. ഒരു നമ്പറിൻ്റെ മേലെ ബാറുള്ളത് കൊണ്ട് നമുക്ക് ഒരു 9 താഴെ എഴുതാം. ഓക്കെ, എന്നിട്ട് എന്ത് വേണമെന്നറിയോ? ഒരു നമ്പറിന് ബാറില്ല, അതുകൊണ്ട് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
ഓക്കെ, എന്നിട്ട് മുകളിൽ നമ്മൾ ഈ സെയിം നമ്പർ എഴുതുക. എന്നിട്ട് എത്രയാണോ ബാറില്ലാത്ത നമ്പർ ആ നമ്പർ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, ആ നമ്പർ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുമെന്നറിയോ? 47 മൈനസ് 4 43, 9 ഇൻറ്റു 10 90. ആൻസർ കിട്ടിയില്ലേ നമുക്ക്? എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് സൈഡിൽ വെച്ചോ. ഓക്കെ, അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താ സംഗതി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം, കാണാൻ വളരെ സിമ്പിളാണ്. വാട്ട് ക്യാൻ ബി ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റ് ഇൻ ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 1/17? 1/17 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, 1നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ ഒരു നമ്പർ പോയിൻറ്റ് സംതിങ് 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 ഇങ്ങനെ 2 പോയിൻറ്റ് സംതിങ് ഇങ്ങനെ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഒരു റിപ്പീറ്റിംഗ് ബ്ലോക്ക് വരും. അതായത് സെർട്ടൈൻ നമ്പറിന് ശേഷം വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ റിപ്പീറ്റിംഗ് ബ്ലോക്കിലെ നമ്പറിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, റിപ്പീറ്റിംഗ് ബ്ലോക്കിലെ നമ്പറിൻ്റെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഓക്കെ, 1നെ 17 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം സിമ്പിളാണോ എന്ന്. ഫസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോവാണ്. 1/17 ഏതാ ഉള്ളിൽ വരേണ്ടത്? ഉള്ളിൽ വരേണ്ട നമ്പർ ഏതാണ്? യെസ്, 1 ആണ് ഉള്ളിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ? 17 അല്ലേ പുറത്ത് വരേണ്ടത്? 17 പുറത്ത് വന്നു, 1 ഉള്ളിൽ വന്നു. 1ൽ 17 എത്ര പ്രാവശ്യം പോവും? പോവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 0 ഇടണം, പോയിൻ്റ് ഇടണം, പോയിൻ്റ് കുറച്ച് ഇങ്ങോട്ട് ഇടാം, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 10ൽ 17 പോവോ? പോവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 0 കൂടി ഇടണം. ഒരു 0 കൂടി ഇടുമ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ഇടണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഇവിടെ വേണ്ടത്? 100ൽ 17 എത്ര പ്രാവശ്യം പോവും അല്ലേ? 100ൽ 17 എത്ര പ്രാവശ്യം പോകും എന്നുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം 17ൻ്റെ ടേബിൾ അങ്ങോട്ട് എഴുതി വെക്കുക. ആർക്കും ഓർമ്മ ഉണ്ടോ 17 ടേബിൾ? ഇത് ഓർമ്മിച്ച് വെക്കണമെന്നില്ല, ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ എഴുതിയാൽ മതി. 17 × 1 = 17 into 2, 17 into 2 equal to 34, 17 into 3 51. അതെങ്ങനെയാണ് സാർ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്? പെട്ടെന്ന് പഠിക്കാണ്ട്. അത് ഒന്നുമില്ല, മുന്നത്തെ നമ്പറിനോട് 17 കൂട്ടി അങ്ങ് പോയാൽ മതി. 17 into 4 is equal to 51 17 എത്രയാ? 68. 17 into 5 is equal to 68 17 എത്രയാ? 85. 17 into 6 is equal to 102. 102 into 7 is equal to 102 17 എത്രയാ? 119 into 17 into 8 equal 119 17 136. 17 into 9 is equal to 136 17 153. 17 into 10 is equal to 117. ഇനി ഇത് നോക്കി നമുക്ക് വേഗം കണ്ടുപിടിക്കാം. 100ൽ എത്ര 17 പോവും? 100 എവിടെ വരുന്നത്? ഇതിൻ്റെ താഴെയല്ലേ വരുന്നത്. അപ്പോൾ 5 പ്രാവശ്യം പോകും അല്ലേ? 5 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 ഇടാം. 17 5 85. 100 85 കുറച്ചാൽ 15. 15 പോകില്ല, അപ്പോൾ ഇവിടെ ഒരു 0 ഇടാം. 150ൽ എത്ര പ്രാവശ്യം പോകും? 150 ഇവിടെയല്ലേ വരിക. അപ്പം 8 പ്രാവശ്യം പോകും അല്ലേ? 8 × 17 150 ആണേ. 8 × 17 സമം എത്രയാണ് വരുന്നത്? 136 അല്ലേ? 136. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 150 136 കുറച്ചാൽ 14. 0 ഫ്രീ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. 140ൽ എത്ര 17 ഉണ്ട്? 140 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ? 8 പ്രാവശ്യം തന്നെ. വീണ്ടും 8.
8 ഇൻറ്റു 17 സമം എത്രയാണ്? 136. ഓക്കെ, ഇനി അതിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണ്ടേ? അത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുക? 136. 140 36 കുറച്ചാൽ 4 കിട്ടും അല്ലേ? 4 എന്ന് പറയുമ്പോൾ ഒരു 0 ഇടാം. 40. 40-ൽ എത്ര 17 പോവും? 2 17 അല്ലേ? 217 ഈസ് ഈക്വൽ ടു 34. ഇനി ഇതിന് 40 34 പോയാൽ 6. ഇനി 60-ൽ എത്ര 17 പോവും? 60-ൽ എത്ര 17 പോവും? 3 പ്രാവശ്യം അല്ലേ? 3 ഇൻറ്റു 17 ഈക്വൽ ടു 51. വളരെ ഫണ്ണായിട്ട് ചിന്തിച്ചാൽ മതി കേട്ടോ. ഇതെന്താ കിട്ടാത്തതെന്ന് ചിന്തിക്കണ്ട. നമുക്ക് മാക്സിമം പോയിക്കോട്ടെ. നമുക്ക് നോക്കാമല്ലോ എത്രത്തോളം പോകുന്നു. 60-ൽ 51 വർഷാൽ 9 അല്ലേ? 0 ഇട്ട് കൊടുക്കാം. 90-ൽ എത്ര പ്രാവശ്യം പോവും? 17 5 പ്രാവശ്യം പോകും അല്ലേ? 5 പ്രാവശ്യം. അപ്പോൾ ഇവിടെ ഒരു 5 ഇടാം. 5 ഇൻറ്റു 17 85. 90-ന്ന് 85 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 5 അല്ലേ? 5 എന്ന് പറയുമ്പോൾ 50. കുറച്ച് താഴോട്ട് എത്തിപ്പോയി. ഇനി ഇങ്ങോട്ട് മാറ്റി തന്നുണ്ടേ. അത് എഴുതാനുള്ള സ്ഥലം, ഇത് ഏത് ചെയ്യാനുള്ള സ്ഥലം. ഓക്കെ, അപ്പോൾ 50 ഇങ്ങോട്ട് മാറ്റി തന്നുണ്ടേ. 50-ൽ എത്ര പ്രാവശ്യം പോവാ? 17 3 പ്രാവശ്യം പോവില്ല. 3 17 51. 2 പ്രാവശ്യം പോവും. 2 17 34. 50 34 കുറച്ചാൽ 16 അല്ലേ? 16 പറയുമ്പോൾ 160. 160-ൽ എത്ര പ്രാവശ്യം പോവും? 160-ൽ 9 പ്രാവശ്യം. 160-ൽ 9 പ്രാവശ്യം. അപ്പോൾ ഇവിടെ 9 ഇടാം. 9 ഇൻറ്റു 17 സമം 153. അതൊന്നും നോക്കാണ്ട് തന്നെ കിട്ടും കേട്ടോ. കാരണം 17 ഇൻറ്റു 10 170 17 ഇൻറ്റു 9 170. ഒരു 17 ഓർക്കാം. 153 7 അല്ലേ? 70. 70-ൽ എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം പോവും. 4 ഇൻറ്റു 17 സമം 68. നിങ്ങൾ പോയിട്ടില്ലല്ലോ? 70-ന്ന് 68 വർഷാൽ 2. നമുക്ക് നോക്കാമല്ലോ എത്രത്തോളം പോകുന്നു, എത്രത്തോളം ശക്തനാണെന്ന് നോക്കാമല്ലോ. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ 0 ഉണ്ടോ അല്ലേ? 20-ൽ 17 ഒരു പ്രാവശ്യം. ഒരു 17 3 അല്ലേ? 3 എന്ന് പറയുമ്പോൾ 30. 30-ൽ 17 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവാനില്ല, ഒരു പ്രാവശ്യം. ഒരു 17 17 30-ന്ന് 17 കുറച്ചാൽ 13. അടിയും തീർന്നിട്ടില്ല, ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി തരുന്നുണ്ട്. 13 എന്ന് പറയുമ്പോൾ ഇനി 0 ഇടാമല്ലോ. 130. 130-ൽ എത്ര പ്രാവശ്യം പോവും? 130-ൽ 7 പ്രാവശ്യം അല്ലേ? 7 പ്രാവശ്യം. 7 ഇൻറ്റു 17 ഈക്വൽ ടു 119. ഓക്കെ, അപ്പോൾ 130 19 11. ഇനി 110-ൽ എത്ര പ്രാവശ്യം പോവും? നോക്കിയാട്ടെ. 6 പ്രാവശ്യം അല്ലേ? അടിപൊളിയാണെന്നല്ലോടാ. 6 ഇൻറ്റു 17 സമം എത്രയാ? 102. 110-ന്ന് 102 വർഷാൽ 8. 0 ഇടാം. 80-ൽ എത്ര 17 പോവും? 80-ൽ ഞാൻ പോന്നാണ് അല്ലേ? അങ്ങനെ പറയുന്നുണ്ട് ആരെങ്കിലും? അങ്ങനെ പറയണ്ട കേട്ടോ. നമുക്കിപ്പം കണ്ടെത്താം, ഇപ്പം ശരിയാക്കാം. അപ്പോൾ 4 പ്രാവശ്യം പോകും അല്ലേ? 4 ഇൻറ്റു 17 സമം 68 68. സോ 80 മൈനസ് 68 ഈസ് ഈക്വൽ ടു 12. ഇനി നമ്മൾ എന്തിടാം? ഇവിടെ 0 ഇടാം. 120-ൽ എത്ര പ്രാവശ്യം പോവും? 120 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ? 7 പ്രാവശ്യം. 7 ഇൻറ്റു 17 ഈക്വൽ ടു 119. അടിപൊളി കണക്ക് തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്തില്ല? അവിടെ നമ്പറില്ല. അപ്പോൾ ഇവിടെ ഒരു 0 ഇടും. 0 ഇട്ടാലും പോവില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു 0 വരും. പിന്നെയും നമുക്ക് പോവില്ല. അപ്പോൾ വീണ്ടും ഒരു 0 ഇടും. 100-ൽ എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നോക്കിയാട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാണ്. 05 ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയാൽ മതി. എത്ര ബ്ലോക്കിന് ശേഷം, എത്ര നമ്പേഴ്സിന് ശേഷമാണ് ബ്ലോക്കായി റിപ്പീറ്റ് ചെയ്യുന്നതെന്നുള്ള ജസ്റ്റ് എണ്ണി നോക്കൂടെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. 16 ഡിജിറ്റിന് ശേഷമാണ്
റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറായിട്ട് എന്ത് എഴുതാം? ആൻസറായിട്ട് എഴുതാം 1/17 is equal to 0.0588235 എടുത്തിട 529941176447 യെസ് 47 അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് മേലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാർ ഇട്ട് കൊടുക്കണം. ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ് ബി ഇൻ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഈസ് the maximum number of digits in the repeating block is എത്രയാണ്? 16 അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ആൻസർ? അടിപൊളിയല്ലേ? കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ആൻസർ കണ്ടെത്തി. പക്ഷേ ഇതൊന്നൊരു ബുദ്ധിമുട്ടല്ലേ, ഇതൊരു ഫണ്ണാണ് അല്ലേ? എക്സസൈസ് 1.3-ലെ 6ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത് അറിയോ? ലുക്ക് അറ്റ് സെവറൽ എക്സാമ്പിൾ ഓഫ് റേഷണൽ നമ്പേഴ്സ്. നിങ്ങൾ റേഷണൽ നമ്പേഴ്സിൻ്റെ പല എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. P/Q ഫോമിലുള്ളത്, വേർ P and Q ആർ ഇൻറ്റീജേഴ്സ്, അവിടെ P യും Q ഇൻറ്റീജർ ആയിരിക്കും. നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1, അതായത് പിക്കും ക്യൂക്കും തമ്മിൽ ഒരു കോമൺ ഫാക്ടറും ഇല്ല. എന്നുവെച്ചാൽ 10/5 ആണെങ്കിൽ ഇവിടെ കോമൺ ഫാക്ടർ 5 ഉണ്ടല്ലേ, 2ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്ത എക്സാമ്പിൾ 2/3, ഇതിന് കോമൺ ഫാക്ടർ ഇല്ലല്ലോ. ആൻഡ് ഹാവിങ് ടെർമിനേറ്റിംഗ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഒരു ടെർമിനേറ്റ് ചെയ്യുന്ന, അതായത് 1.25 എന്ന് കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ. ആൻസറിൽ 1.25 കിട്ടും, ഇവിടെ ടെർമിനേറ്റ് ആയില്ലേ? അങ്ങനെ ടെർമിനേറ്റ് ചെയ്യുന്ന ഡെസിമൽ എക്സ്പാൻഷൻ്റെ P/Q ഫോം നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ആ പ്രോപ്പർട്ടി എന്നാണ് ചോദിക്കുന്നത്. അതായത് ചില നമ്പേഴ്സ് എന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനാണ് അല്ലേ? ഉദാഹരണത്തിന് 1/2 ഈക്വൽ ടു എത്ര കിട്ടുക? 0.5. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കിട്ടും. ഇനി അടുത്തത് നോക്കിക്കോളൂ, 7/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.75 കിട്ടും. ഇവിടെ നമ്മൾ പറയുന്നതെല്ലാം ഇവിടെ വന്നു കേട്ടോ. ലുക്ക് അറ്റ് സെവറൽ എക്സാമ്പിൾ ഓഫ് റേഷണൽ നമ്പേഴ്സ്. റേഷണൽ നമ്പേഴ്സിൻ്റെ പല എക്സാമ്പിൾ നോക്കിക്കോളൂ. P and Q ആർ ഇൻറ്റീജേഴ്സ്, P യും Q ഇൻറ്റീജർ ആണ്. നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1, ഇവിടെ 7ലും 4ലും വേറൊരു കോമൺ ഫാക്ടറും ഇല്ല, 1ൽ 2ലും ഒരു കോമൺ ഫാക്ടറും ഇല്ല. അപ്പോൾ അങ്ങനത്തെ നമ്പേഴ്സ് നിങ്ങൾ നോക്കൂ എന്നാണ് പറയുന്നത്. അടുത്ത വേറെ എക്സാമ്പിൾ എടുക്കാം, 6/5. ഇവിടെ കോമൺ ഫാക്ടർ ഒന്നുമില്ല. ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് 1.2 എന്ന് വരും. പിന്നെ അടുത്ത നമ്പർ ഞാൻ എടുക്കുന്നത് ഗസ് ചെയ്യുന്നത് ഒരു 11/8. 11/8 എന്ന് പറയുമ്പോൾ ഏകദേശം 1.375 വരും. ഓക്കെ, ഇവിടെയും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല രണ്ടിലും. അപ്പോൾ ഈ നമ്പർ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ടെർമിനേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേറെ നമ്പറും കൂടി എടുക്കാം, 3/100. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്നാ അറിയാം? എത്രയാണ്? 0.03. അങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾ എക്സാമ്പിൾ എടുത്തുകൊള്ളൂ, നോ ഇഷ്യൂ. വേറെ നമ്പറും കൂടി എടുക്കാം, 21/50. 21/50 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.42 വരും. അപ്പോൾ ഇതെല്ലാം ടെർമിനേറ്റിംഗ് ഉള്ള നമ്പേഴ്സാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് പോയിട്ട് എന്താക്കുന്നുണ്ട്? അവസാനിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെ അവസാനിക്കുന്ന നമ്പറിൻ്റെ ഈ ക്യൂ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, നമുക്കറിയാം മുകളിലത്തെ നമ്പറാണ് P, താഴത്തെ നമ്പറാണ് Q. ഈ Q എന്ന് പറയുന്ന സംഗതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ് അല്ലേ? അതൊക്കെയാണ് Q. ഇവിടെ 8 ആണ്, ഇവിടെ 100 ആണ്, ഇവിടെ 50 ആണ്. ക്യൂവിനൊരു പ്രത്യേകത ഉണ്ടാവും. ആ പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ഇത് ടെർമിനേറ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ക്യൂവിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ ടെർമിനേറ്റ് ചെയ്യൂ. എന്താണ് ആ പ്രത്യേകത എന്നാണ് കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ 2 എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നത് 2 തന്നെ അല്ലേ? 2/1.
4 എന്ന് പറയുന്നതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 2 അല്ലേ? അതായത് 2⁻1 to 2⁻1. 5 എന്ന് പറയുന്നത് 5 തന്നെ, 5⁻1. 8 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? 2 × 4 ഫാക്ടറൈസ് ചെയ്യും അല്ലേ? 2 4 8. അഗെയിൻ ഇത് നമുക്ക് എന്ത് എഴുതാം? 2 × 2 4. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ 2 × 2 × 2 2⁻1 to 2⁻1 2⁻1 കിട്ടും. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയേ, എങ്ങനെ വേണം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് 4 × 25 എന്ന് എഴുതാം. ഓക്കെ, 4 × 25 100 ആണ്. ഇനി ഈ 4നെ വേണമെങ്കിൽ 2 × 2 എന്ന് എഴുതാം. 25നെ വേണമെങ്കിൽ 5 × 5 എന്ന് എഴുതാം. അപ്പോൾ ഈ 100നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? 2 × 2 × 5 × 5. ഇത് ഫാക്ടർ ട്രീ ഉപയോഗിച്ചുള്ള ഫാക്ടറൈസേഷനാണ്. എങ്ങനെ ചെയ്താൽ നമുക്ക് ഇത് തന്നെ കിട്ടുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഫാക്ടറൈസ് ചെയ്ത് വിചാരിച്ചോ, 100ൽ 2 50 പ്രാവശ്യം പോവും. എഗെയിൻ 2 എടുത്താൽ 25 പ്രാവശ്യം പോവും. എഗെയിൻ 5 എടുത്തു കഴിഞ്ഞാൽ 5 പ്രാവശ്യം പോവും. എഗെയിൻ 5 എടുത്തു കഴിഞ്ഞാൽ 1 പ്രാവശ്യം പോവും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയാൽ 2 × 2 × 5 × 5 ഇതന്നെയല്ലേ ഇവിടെ കിട്ടുന്നത്? 2 × 2 × 5 × 5 മനസ്സിലായില്ലേ? അപ്പോൾ ഏത് നിലക്കെടുത്താലും അങ്ങനെ തന്നെ. അതിൻ്റെ ഒരു ഈസി വേ ആണ് ഞാൻ ചെയ്തതെന്ന് മാത്രം. ഓക്കെ, ഇവിടെയുള്ള പ്രത്യേകത എന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആർക്കാ പറയാൻ പറ്റുക? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ ഇത് 50 നമ്മൾ ചെയ്തിട്ടില്ല, 50 കൂടി ചെയ്ത് കളയാം. 2 × 25 അല്ലേ 50 അല്ലേ? 2 × 25. ഇതിനെ ഇനി വീണ്ടും നമുക്ക് ചെയ്യാം 5 × 5. അപ്പോൾ 50 = 2 × 5 × 5 എന്നിട്ട് അല്ലേ? ഇവിടെ എല്ലാം പ്രത്യേകത ആരാ ശ്രദ്ധിച്ചത്? ആർക്കാ പറയാൻ പറ്റുക? യെസ്, ഇവിടെ എല്ലാം എന്തുണ്ട്? ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ, ക്യൂവിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഒന്നുകിൽ 2 ഉണ്ട്, അല്ലെങ്കിൽ 5 ഉണ്ട്, അല്ലെങ്കിൽ 2ഉം 5ഉം ഉണ്ട് അല്ലേ? യെസ്, അത് തന്നെയാണ് പ്രത്യേകത. ഒരു നമ്പർ ഡെസിമൽ എക്സ്പാൻഷൻ അത് ടെർമിനേറ്റിംഗ് ആണെങ്കിൽ ആ നമ്പറിൻ്റെ ക്യൂ എന്ന് പറയുന്നത്, ആ ക്യൂവിനെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആ പ്രൈം ഫാക്ടറൈസേഷനിൽ ആരുണ്ടാവും? 2 ഉണ്ടാവും, 5 ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ 2ൻ്റെ ഏതെങ്കിലും പവർ ഉണ്ടാവും, അല്ല 5ൻ്റെ പവർ ഉണ്ടാവും. ഇവിടെ എത്ര ഉള്ളത്? ഇവിടെ നമുക്ക് കിട്ടിയത് 2⁻2 × 5⁻2 അല്ലേ? 100 = 2⁻2 × 5⁻2. 2ൻ്റെ പവർ ഉണ്ട്, 5ൻ്റെ പവർ ഉണ്ട്. അല്ലെങ്കിൽ 2ൻ്റെ പവർ ഉണ്ടാവും, അല്ലെങ്കിൽ 5ൻ്റെ പവർ ഉണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ. ക്യൂവിൻ്റെ പ്രത്യേകതയാണ്, അതായിരിക്കണം ക്യൂവിൻ്റെ പ്രത്യേകത. ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് the prime factorization of, ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാം കേട്ടോ, എക്സാമ്പിൾസ്. ആ പിയും ക്യൂവിനെ വെട്ടിക്കളേ, ചെറിയ കത്തിരി കൊണ്ട് വിട്ടല്ലേ. ഓക്കെ, the prime factorization of q has only power of power of 2 or power of 5 അല്ലെങ്കിൽ എന്നാ, അല്ലെങ്കിൽ രണ്ടും കൂടി അല്ലേ? ഓർ ബോത്ത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്. ഒരു നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഇതുപോലെ എൻഡ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ക്യൂ എന്ന് പറയുന്നത് അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ 2 കിട്ടും, അല്ലെങ്കിൽ 5 കിട്ടും, അല്ലെങ്കിൽ 2ഉം 5ഉം ഒന്നിച്ച് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പവേഴ്സ് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ, എക്സസൈസ് 1.3-ലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി 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 സിമ്പിൾ. വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്നറിയോ? റൈറ്റ് 3 നമ്പേഴ്സ്, ഏതെങ്കിലും 3 നമ്പേഴ്സ് എഴുതുക. അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ്? അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആണ്, അതുപോലെ തന്നെ നോൺ റെക്കറിങ് ആണ്. ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് ടെർമിനേറ്റും ചെയ്യില്ല, അതുപോലെ തന്നെ എന്താണ്, ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യില്ല. അങ്ങനത്തെ ഒരു 3 നമ്പർ ആണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം. ഒന്നാമത്തെ നമ്പർ ആൻസർ 0. ഏതെങ്കിലും നമ്പർ എഴുതി കേട്ടോ. 0.02 002 0002 00002. ഇവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? 02 02 02 അങ്ങനെയാണോ? അല്ല, ആദ്യം ഒരു 0 ആണ്, പിന്നെ വരുന്നത് 2 0 ആണ്, പിന്നെ വരുന്നത് 3 0 ആണ് അല്ലേ?
അതുകൊണ്ട് പർട്ടിക്കുലർ സ്റ്റൈൽ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് നമുക്ക് എഴുതാം 0.114 എക്സെട്ര. ഇനി അടുത്തത് ഏത് നമ്പർ എഴുതട്ടോ, അത് റിപ്പീറ്റ് ചെയ്തല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിച്ചോ 12 അത് പർട്ടിക്കുലർ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, ഇവിടെ റിപ്പീറ്റ് ചെയ്യാനും പാടില്ല, എൻഡ് ചെയ്യാനും പാടില്ല. അപ്പോൾ നമുക്ക് എന്താണ് വേറെ നമ്പർ എഴുതണം. ഓക്കെ, വേറെ ഒരു നമ്പർ നമുക്ക് 0.31 311 3111 എക്സെട്ര. ഓക്കെ, നോ ഇഷ്യൂ അറ്റ് ഓൾ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം, അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ എവിടെയും ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എക്സസൈസ് 1.3 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് അറിയോ? 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇറേഷണൽ നമ്പർ കാണാനാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇറേഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഇറേഷണൽ നമ്പർ കാണാൻ പറയുന്നു. ഏതിനിടയിൽ 5/5 അല്ലല്ലോ അല്ലേ? 5 എന്താണ് അവിടെ വരുന്നത്? 5/7 അല്ലേ? 7 5/7 ആൻഡ് 9/11. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 കാണാം അല്ലേ? സിമ്പിളായിട്ട് കാണാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 5/7 ഈസ് ഈക്വൽ ടു എത്രയാ അറിയില്ല നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത 9/11 ഈസ് ഈക്വൽ ടു അറിയില്ല, കണ്ടുപിടിക്കുക അല്ലേ? ആദ്യം നമുക്ക് ഏതാ കണ്ടുപിടിക്കുക? 5/7 കണ്ടുപിടിക്കുക അല്ലേ? ഏത് നമ്പർ ഉള്ളിൽ വരിക? മുകളിലത്തെ നമ്പറാണേ. 5/7. 5ൽ 7 പോവില്ല അല്ലേ? അപ്പോൾ ഒരു 0 പോയിൻ്റ് ഇവിടെ ഒരു 0 ഇടും. 50ൽ 7 എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം. 7 49, 1 ബാക്കി 10. 10ൽ 7 ഒരു പ്രാവശ്യം പോകും അല്ലേ? ഒരു 7 3. 3ൽ 7 പോകും. അപ്പോൾ 30ൽ 7 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. 4 7 28, 2 ബാക്കി. 20ൽ 7 എത്ര പ്രാവശ്യം പോകും? 20ൽ 7 2 പ്രാവശ്യം. 2 7 14, 6 ബാക്കി. 60ൽ 7 എത്ര പ്രാവശ്യം പോകും? 7 49, 7 8 56, 56. ഓക്കെ, 4 ബാക്കി. 40ൽ 7 എത്ര പ്രാവശ്യം പോകും? 40ൽ 5 പ്രാവശ്യം അല്ലേ? 7 5 35, 35 40, 5 ബാക്കി. അപ്പോൾ നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? 50 വന്ന് 50 വന്നാൽ 50ൽ പിന്നെയും 7 വരുന്നു അല്ലേ? 7 വരുന്ന മീൻസ് അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തേതിൻ്റെ എക്സ്പാൻഷൻ കിട്ടി അല്ലേ? 0.7142 ബാർ. റിപ്പീറ്റ് ആകും, ബാർ ഇടാൻ മറന്നു വരുതേ, വളരെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് അടുത്തത് 9/11. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ചെറുതാക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പം അയ്യോ പോയോ, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം എത്തില്ല. അതുകൊണ്ട് ഒന്ന് ചെറുതായി കൊടുക്കട്ടെ, ചിലപ്പോൾ വലുതാണെങ്കിലോ നമ്പറിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 9ൽ പോകാത്തതുകൊണ്ട് നമുക്ക് എന്തിടാം? ഇവിടെ 0 ഇടാം. 0 പോയിൻ്റ് ഇവിടെ ഒരു 0 കൊടുക്കാം. 90ൽ എത്ര 11 പോവും? 8 × 11 88 അല്ലേ? 88. 2 0 ഇടുക. 20ൽ എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം അല്ലേ? ഒരു 11 9. ഓ, ഇത്രയേ ഉള്ളൂ. വീണ്ടും 90 തന്നെ വന്നില്ല എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ? റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ നിർത്താം. അപ്പോൾ നമുക്ക് കിട്ടി 0.81 ബാർ മറന്നു വരുത് കേട്ടോ. ഇനി നമുക്ക് സുഖമായിട്ട് ഇതിനിടയിൽ 3 ഇറേഷണൽ നമ്പർ കണ്ടുപിടിക്കാം. 3 irrational numbers are ഏതൊക്കെയാണ് 3 irrational numbers? ഒന്നാമത്തത് 0.71 സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ നമ്പർ ഒന്നാമത്തെ 0.71 സ്റ്റാർട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ 0.81 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിനിടയിൽ ഏതെങ്കിലും 3 നമ്പർ കൺസിഡർ ചെയ്യാം. 0.71 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 72 എടുക്കുക. 72 722 7222 അങ്ങനെ റിപ്പീറ്റ് ആവും. അപ്പോൾ അതെന്താണ്? ഒരു ഇറേഷണൽ നമ്പറാണ്. ഒരു പാറ്റേണും ഇല്ല, എവിടെ എൻഡ് ആകുന്നില്ല. രണ്ടാമത്തത് നമുക്കൊരു 0.78 എടുക്കാം അല്ലേ? 78
8 എടുക്കാം. പിന്നെയും 7 8 8 8 എടുക്കാം. 7 8 8 8 എടുക്കാം. അങ്ങനെ പോലെ ഒരു 8 കൂടി ഇടാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ പാറ്റേൺ അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കിട്ടി. മൂന്നാമത്തത് എന്തെടുക്കാം? 0.81 അല്ലേ? 80 എടുക്കുക. 80 800 8000 800000 അങ്ങനെ പോകും അല്ലേ? അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്ത് കിട്ടി? 3 ഇറേഷണൽ നമ്പർ കിട്ടി. മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്. അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ കാണാം. അതിനിടയിൽ ഒരിക്കലും അവസാനിക്കാത്തതും ഒരിക്കലും ഒരു റിപ്പീറ്റഡ് ബ്ലോക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു 2-3 നമ്പേഴ്സ് എഴുതി കൊടുക്കുക. എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 9. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് റേഷണൽ ഓർ ഇറേഷണൽ. റേഷണലാണോ ഇറേഷണലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ ഏതാ? √23. √23 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. ഏതാ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ? 4. √4 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. √9 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. √16 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം ഇത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 × 2 എന്ന് കിട്ടും അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 2 × 2 ഈസ് ഈക്വൽ ടു 2. സ്ക്വയർ റൂട്ട് ഓഫ് 4 2 ആണ്. അതുപോലെ തന്നെ ഇതിന് 3 × 3 എന്ന് കിട്ടും അല്ലേ? പുറത്തെടുത്ത് കഴിഞ്ഞാൽ 3 ആവും. ഇതിന് 4 × 4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4 ആവും. √25 എത്രയാ? √25 5 × 5 ആണ്. അപ്പോൾ 5 കിട്ടും അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സിൻ്റെ റൂട്ടെല്ലാം എന്താണ്? ഇറേഷണലാണ്. അപ്പോൾ ഈ 23 പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. അതുകൊണ്ട് ഇതെന്താണ്? ഇറേഷണൽ. ഇനി അടുത്തത് 225 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നോക്കിക്കോളൂ. ഇവിടെ തന്നെ ഇതാട്ടോ, പ്രശ്നമില്ല. 225 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 225 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 15 × 15 ആണ് 225. ഓക്കെ. അപ്പോൾ ഇതിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എത്ര? 15 കിട്ടും. അപ്പോൾ എന്താണ്? പുറത്തെടുത്ത് കഴിഞ്ഞാൽ 15 കിട്ടും. 15 എന്ന് പറയുന്നത് ഏത് നമ്പറാണ്? റേഷണൽ നമ്പർ. റേഷണൽ. ഓക്കെ. അടുത്തത് മൂന്നാമത്തത് എന്താണ്? ഇത് ക്ലിയർലി ഇത് ടെർമിനേറ്റിംഗ് ആണ് അല്ലേ? നമുക്കറിയാം ഇറേഷണൽ എന്ന് പറഞ്ഞാൽ അത് എവിടെയും ടെർമിനേറ്റ് ചെയ്യില്ല, അതിന് ഒരു റിപ്പീറ്റഡ് ബ്ലോക്കും ഇല്ല. അപ്പോൾ ഇത് ടെർമിനേറ്റിംഗ് ആയതുകൊണ്ട് ഈസിലി നമുക്ക് പറയാം ദിസ് ഈസ് റേഷണൽ. ഓക്കെ. ഇനി അടുത്ത നമ്പർ ഏതാണ്? 7.478. ഇവിടെ 478ൻ്റെ ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതാരാണ്? റേഷണൽ നമ്പറാണ്. റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് റേഷണലാണ്. ഇനി അടുത്തത് 1.10100100001. ഇത് കൃത്യമായിട്ടുള്ളൊരു ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? 101010 ആണോ? അല്ല, അത് 0ൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് എന്തില്ല? ഒരു ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതാരാണ്? ഇറേഷണൽ. ഓക്കെ. ഈ ഇറേഷണൽ എന്താണെന്ന് പഠിച്ചാൽ മതി. അപ്പോൾ തന്നെ ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ വളരെ സിമ്പിളല്ലേ? ഇതിൽ ഒന്നും പേടിക്കാനുമില്ല, അതുപോലെ തന്നെ തെറ്റിപ്പോകാനും കാര്യമായിട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത എക്സസൈസ് 1.4 വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.